നല്ലൊരു സ്ട്രെങ്തനിങ്ങും കണ്ടീഷനിങ്ങും പിന്നെ നറിഷിങ്ങും ആയിട്ടുള്ളൊരു ഹെയർ മാസ്ക് ചെയ്താലോ? സോ ഹായ്, വെൽക്കം ബാക്ക് ടു ദീപ്സ് അൺസ്ക്രിപ്റ്റഡ്. സോ ഇന്ന് നമ്മളൊരു ഹെന്ന ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ഹെയർ മാസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഡാൻഡ്രഫിനും പിന്നെ മുടിയുടെ ഫ്രിസ്സിനും പിന്നെ ഡാമേജിനൊക്കെ നല്ലതാണ്. സോ അതിനു വേണ്ടി രാവിലെ ഞാൻ എണീറ്റ് ചെമ്പരത്തിയൊക്കെ പറിച്ച്, മഴയുണ്ടായിരുന്നു, മഴ കഴിഞ്ഞിട്ട് വന്ന് ചെമ്പരത്തിയൊക്കെ പറിച്ചെടുത്തു. ഈ ചെമ്പരത്തിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, പിന്നെ നല്ലൊരു കണ്ടീഷണറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഡാമേജിനെ മാറ്റാനും പിന്നെ ഹെയർ സ്ട്രെങ്ത് ആവാനായിട്ടും ഇത് സഹായിക്കും. പിന്നെ അടുത്ത നമുക്ക് വേണ്ടത് നീമാണ്, നമ്മുടെ ആര്യവേപ്പ്. ആര്യവേപ്പ് ഇതുപോലെ ഞാൻ കുറച്ചെടുത്തു. ആര്യവേപ്പ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേര. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മുടെ ചൊറിച്ചിലൊക്കെ മാറും. ആൻഡ് യെസ്, എസെൻഷ്യൽ ഓയിൽസ്. സോ ഞാൻ ചെമ്പരത്തി നീമും കൂടി ഒരു 1 മിനിറ്റ് ഓവനിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ വെള്ളത്തിൽ ഇൻഫ്യൂസ് ചെയ്തെടുത്തു. ആൻഡ് ഓൾറെഡി പാർട്ട് അരച്ച് വെച്ച നെല്ലിക്കയിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് അതും കൂടി മിക്സ് ചെയ്തെടുത്തു. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹെന്ന. ഇതിന് ആൻറ്റി മൈക്രോബിയലും കൂളിംഗ് പ്രോപ്പർട്ടീസും ഉണ്ട്. പിന്നെ ഫെന്യൂഗ്രീക്ക്, നമ്മുടെ ഉലുവ, ഇത് ഹെയർ ഫോളിനും പിന്നെ താരനും വളരെ നല്ലതാണ്. ഇതാണ് നമ്മുടെ അരച്ച് വെച്ച തൈരും പിന്നെ നെല്ലിക്കയും. ഡീപ്പ് കണ്ടീഷനിങ്ങിനും പ്രിമച്വർ ഗ്രേയിങ്ങിനും ആംലയും നമ്മുടെ നെല്ലിക്കയും തൈരും നല്ലതാണ്. ഇത് അലോവേര ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണ്. പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസും നമുക്കറിയാലോ, അതും ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതാണ്. പിന്നെ നമ്മുടെ ടീ ട്രീയും റോസ്മേരി എസെൻഷ്യൽ ഓയിലുമാണ്. അതും ഇതേപോലെ തന്നെ നമ്മളുടെ ഇച്ചിനെസ്സിനും ഇൻഫ്ലമേഷനും ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുവാണ്. സോ ആദ്യം ഞാൻ എൻ്റെ തൈരും ആംലയും കൂടിയുള്ള മിക്സ്ചർ ആഡ് ചെയ്തു. ഈ തൈരിലുള്ള പ്രോട്ടീനും ബയോട്ടിനും നമുക്ക് ഭയങ്കര നല്ല, പിന്നെ അതിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡും ഉണ്ട്. ഇത് എല്ലാം കൂടി നമുക്ക് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ എപ്പോഴും കണ്ടീഷൻഡ് ആയിട്ടിരിക്കും. പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് എപ്പോഴും എന്താ പറയുക, പുതിയ ഹെയർ ഉണ്ടാവാണ്ട് ആ ഒരു ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാണ്ട് തൈര് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നെല്ലിക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതും നെല്ലിക്കയും നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. മുടി കൊഴിച്ചിലിനും താരനും ബെസ്റ്റ് സാധനമാണ് ഉലുവ. ഉലുവ എപ്പോഴും നമുക്ക് വെറുതെ ആണെങ്കിൽ ഒരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ വെറുതെ ഒരു പാക്കായിട്ട് യൂസ് ചെയ്താൽ അതിൻ്റെ സ്മെല്ല് ചിലപ്പോൾ നമുക്ക് പറ്റില്ല. ആൻഡ് ഓൾസോ ഉലുവ നല്ലപോലെ അരിച്ചെടുക്കാൻ നോക്കണേ, അല്ലെങ്കിൽ നമ്മളുടെ ഹെയറിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അലോവേര ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അലോവേര. ജസ്റ്റ് ഒരു ചെറിയൊരു ചൊറിച്ചിൽ വന്നാൽ തന്നെ അലോവേര യൂസ് ചെയ്യണത് ഭയങ്കര ബെനിഫിഷ്യലാണ്. പിന്നെ അലോവേര യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അലോവേര മുറിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ചറം ഒഴുകണം നമുക്ക് കാണാൻ പറ്റും. ആ ചറം ഫുള്ള് നമ്മളൊരു ഗ്ലാസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചാരി വെച്ചിട്ട് ആ ചറം ഫുള്ള് പോയി കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസും ഇതുപോലെ യൂസ് ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് 2 എസെൻഷ്യൽ ഓയിലും 3 ഡ്രോപ്സ് അല്ലെങ്കിൽ 4 ഡ്രോപ്സ് ഈച്ചാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഒരിക്കലും എസെൻഷ്യൽ ഓയിൽ പറഞ്ഞതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ആ ഒരു ഇത്ര മില്ലിക്ക് ഇത്ര ഡ്രോപ്സ് എന്നും പറഞ്ഞ് ആ ബോട്ടിലിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ്സിനെക്കാളും നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഞാനപ്പോൾ ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹെന്ന. ഈ ഹെന്ന ഉണ്ടല്ലോ, പലവരും പല പേർപ്പസിനാണ് യൂസ് ചെയ്യണം. ചിലവർക്ക് ഹെയർ ഡൈ ചെയ്യാനായിരിക്കും. ഡൈ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഓറഞ്ചിഷ് കളർ വരും. ഇനി ആ ഒരു കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഈ ലെമൺ ജ്യൂസ് നമ്മൾ യൂസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ ഡൈ ആക്ടിവേറ്റ് ചെയ്യാനാണ്, ഒരു ആക്ടിവേറ്റർ പോലെയാണ് സത്യം പറഞ്ഞാൽ ലെമൺ ജ്യൂസ് അതിൽ വർക്ക് ആവണം. നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസ്സും ഇറിറ്റേഷനും മാറാനും പിന്നെ അതിനൊരു നല്ലൊരു സ്മെല്ല് ഉണ്ടാവാനായിട്ടുമാണ് നമ്മൾ ഈ റോസ് വാട്ടർ. അപ്പോൾ ഞാനിപ്പോൾ റോസ് വാട്ടർ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കി നമുക്ക് എങ്ങനത്തെ കൺസിസ്റ്റൻസിയിലാണ്, ഞാൻ കുറച്ച് തിക്കായിട്ട് എടുത്തേക്കുന്നത്. എനിക്കൊരു പേസ്റ്റ് പോലത്തെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ലൈക്ക് ഭയങ്കര തിക്ക് പേസ്റ്റ് അല്ല, ഒരു തിൻ പേസ്റ്റ് കൺസിസ്റ്റൻസിയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് മിക്സ് ചെയ്യാണ്ട് ഞാൻ വെള്ളത്തിന് പകരം ഞാൻ എടുത്തത് റോസ് വാട്ടറാണ്. നമുക്ക് കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതെല്ലാം മിക്സ് ആയില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു
3-4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ എൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആക്ടിവേറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഇത് കണ്ടു, എൻ്റെ തലയിൽ ഒത്തിരി ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഡാൻഡ്രഫൊക്കെ ജസ്റ്റ് ഒരു കോമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കളയുക. അതെപ്പോഴും ബെനിഫിഷ്യലാണ്. കാരണം നമുക്ക് ആ ഡാൻഡ്രഫ് കളഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അപ്ലൈ ചെയ്താൽ നമുക്ക് എപ്പോഴും ഭയങ്കര ബെനിഫിഷ്യലായിരിക്കും അത്. അപ്പം പിന്നെ സ്റ്റെയിൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൗസും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം, പക്ഷേ ഐ ബെറ്റർ പ്രിഫർ ഹാൻഡ്, ബിക്കോസ് കൈ കൊണ്ട് ചെയ്യാണ്ട് ഭയങ്കര എളുപ്പമാണ്. ഇതിപ്പോൾ എത്ര ടൈം എടുക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് അപ്പോൾ നമ്മുടെ മിക്സ്ചർ, റെസ്റ്റഡ് ആയിട്ടുള്ള മിക്സ്ചറാണ്. ഞാനിത് അപ്ലൈ ചെയ്ത് ഓരോ സ്ട്രാൻഡിൽ നമ്മൾ ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം, പിന്നെ സ്കാൽപ്പിൽ നിന്ന് അലോങ് ദ റൂട്ട്സ് നമ്മൾ ടിപ്പ് വരെ അപ്ലൈ ചെയ്യണം. പിന്നെ ഹെന്നയുടെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, തല നല്ലപോലെ തണുക്കും. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സ്ട്രെസ്ഫുൾ ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു വീക്കെൻഡിൽ റിലാക്സ് ആവാണ്ട്, അല്ലെങ്കിൽ ഇവളിലേക്ക് എന്താ പറയുക, ഒരു സ്പാ ചെയ്ത എഫക്റ്റ് ആയിരിക്കും, നമ്മളൊരു സ്പാക്ക് പോയ എഫക്റ്റ് ആയിരിക്കും നമ്മളൊരു ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ. തല നല്ലപോലെ തണുക്കും. ഈ തല നല്ലപോലെ തണുക്കുമ്പോൾ തന്നെ നമ്മളുടെ സ്കാൽപ്പ് ഒന്ന് ബാലൻസ്ഡ് ആവും. ഇപ്പം നമുക്ക് തന്നെ ചെയ്യാൻ പാടാണെങ്കിലും പുറത്ത് പോയി ചെയ്താലും ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്ത് ആരും ചെയ്യാൻ പോണില്ല. അപ്പോൾ നമ്മൾ ടൈമുള്ളപ്പോൾ പിന്നെ നമ്മൾ ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏതെങ്കിലും പഴയ ഡ്രസ്സ് ഇട്ടിട്ടോ, കാരണം സ്റ്റെയിൻ നല്ലപോലെ ആവുന്നൊരു കാര്യമാണ് ഹെന്ന. അങ്ങനെ ഒരു 40 മിനിറ്റ്സ് കൊണ്ട് ഞാനത് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഷാമ്പൂ ഇട്ട് കഴുകിക്കളയാൻ പാടില്ല. ഷാമ്പൂ ഇട്ട് കഴുകിക്കളയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ഈ ഇരുന്ന ഗുണങ്ങൾ ഒക്കെ പോവും. പിന്നെ വേറൊരു കാര്യം, നമ്മളിന്ന് കിടക്കുമ്പോൾ ജസ്റ്റ് പില്ലോയിലൊരു ഒരു ടർക്കി എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ടിട്ട് കിടന്നാൽ ആ സ്റ്റെയിൻ ഒഴിവാക്കാം. പിന്നെ ഇന്ന് ഇടുന്ന ഡ്രസ്സാണെങ്കിലും നമ്മൾ ഈ സ്റ്റെയിൻ വരാണ്ട്, കുറച്ച് ഡാർക്കായിട്ടുള്ള സ്റ്റെയിൻ വരാതിരിക്കാനായിട്ടുള്ള ഡ്രസ്സസ്, അങ്ങനത്തെ ഡ്രസ്സസ് ഇടുക. പിന്നെ വേറെ നീരിറങ്ങണവർ ദൈവത്തെ ഓർത്ത് രാത്രി ഇത് ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല റെസിപ്പിയാണ്. ആ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ, പിന്നെ അതുമാത്രമല്ല നമുക്ക് വേറെ എങ്ങും പോകാനില്ലെങ്കിൽ ആ ദിവസം ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡു ട്രൈ ദിസ്. സോ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ.